പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 30-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹത്തോടെ കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-ാം വാക്യം. ലാമന്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 57 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. യിരെമ്യാ പ്രവാചകനാൽ എഴുതപ്പെട്ട ധന്യമായ ഒരു ചെറിയ പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. ഇസ്രായേൽ ജനത്തിന്റെ വളരെ പ്രതികൂലമായ അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ മധ്യേയുള്ള വിടുതലിനെക്കുറിച്ചും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, കരയുന്ന പ്രവാചകൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന യിരെമ്യാവിനാൽ എഴുതപ്പെട്ടതിനാൽ ദൈവമക്കളുടെ വേദനയും രോദനവും, എന്നാൽ തന്മൂലം ദൈവം അവരെ വിടുവിക്കുന്ന വലിയ സ്വർഗീയ വിടുതലും ഇതിനകത്തിലെ പരാമർശമായി മാറ്റപ്പെടുന്നു. അതെ, വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ നമ്മുടെ അടുക്കൽ വന്ന് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ദൈവം. നാം സാധാരണയായി കേട്ടുവരാറുള്ളത് പോലെ വിശുദ്ധ വചനത്തിൽ 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അർത്ഥാൽ അതെ, 4-ാം വർഷം കൂടുന്ന ലീപ്പിംഗ് ഇയർ ഉൾപ്പെടെ ചേർത്ത് സ്വർഗത്തിലെ ദൈവം നമ്മോട് ഓരോ ദിവസവും രാവിലെ വളരെ വ്യക്തമായി പറയുന്നു: മകനെ, മകളെ, ഭയപ്പെടേണ്ട. അതെ, ഞാനും നിങ്ങളും ഭയപ്പെടുന്ന നാളിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ വന്ന് ആശ്വസിപ്പിക്കുന്ന, വിടുവിക്കുന്ന, നമുക്ക് വേണ്ടത് വേണ്ട നിലയിൽ എത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരു വലിയ തെറ്റിദ്ധാരണയിലേക്ക് വന്നിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുവാനുള്ള വെറും ഒരു വലിയ മാർജിൻ ഫ്രീ മാർക്കറ്റായി മാറിയോ? അങ്ങനെയല്ല. പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തോട് ബന്ധം പുലർത്തുന്ന ആ ദൈവ പൈതലിന്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ സർവശക്തനായ ദൈവം മതിയായവനും വിശ്വസ്തനുമാണ്. കഴിഞ്ഞ നാളുകളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കാട്ട്. നിങ്ങൾ പിന്നിട്ട ജീവിത വഴിത്താരയിൽ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ആശങ്കപ്പെട്ട് വളരെ വിഷണ്ണരായി നിന്ന അവസ്ഥകളുണ്ട്. എന്നാൽ എത്ര അതിശയമായി, എത്ര അത്ഭുതകരമായി അതിനെയൊക്കെ അതിജീവിച്ച് ഇന്നുവരെ തമ്പുരാൻ എത്തിച്ചു. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, കുടുംബകാര്യം, ആരോഗ്യകാര്യം, ജോലിക്കാര്യം, ഭവനകാര്യം, ആത്മീയ കാര്യം തിരിഞ്ഞു നോക്കിയാൽ നിരവധി അനവധി നന്മകളാൽ തമ്പുരാൻ നമ്മെ ഏവരെയും നിറച്ചു. ഇത് ദൈവത്തിന് വലിയ വിശ്വസ്തതയാണ്, ദൈവത്തിന് വലിയ കരുതലാണ്. ആ ദൈവം ഇന്ന് പറയുകയാണ്: നീ ഭയപ്പെടുന്ന നാളിൽ നിന്നെ വിടുവിക്കുന്ന, കരുതുന്ന, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതെ, ഈ മെയ് മാസം 30-ാം തീയതി വ്യാഴാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്കും ദൈവത്തിനും മാത്രമേ അറിയുകയുള്ളൂ. നിങ്ങളുടെ അവസ്ഥ എന്തായിക്കൊള്ളട്ടെ, ഏത് സ്ഥിതിയിലും സാഹചര്യത്തിലും ഉള്ളതായിക്കൊള്ളട്ടെ, അതിന് ഇടയായ പശ്ചാത്തലം എന്തുമായിക്കൊള്ളട്ടെ, എന്തിൻ്റെ മേലും
പരിപൂർണ വിടുതലും അനുഗ്രഹവും തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ വിഷമം എന്താണ്? ഭാരം എന്താണ്? നിങ്ങളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിന്റെ ആദി വ്യഥ എന്താണ് എന്ന് അതെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നാം കേട്ടതുപോലെ തമ്പുരാനോട് ഇറക്കി വെക്കുക. ഈ ലോകത്തിൽ ഏതു വ്യക്തിയോട് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. നമ്മുടെ ഒരു കുടുംബകാര്യം, വ്യക്തിപരമായ കാര്യം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം ഒരാളും കൂടെ അറിഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. അവർ പലപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സംഭവം വെച്ച് നമ്മെ തേജോവധം ചെയ്യുകയോ നമ്മളെ പല വിധങ്ങളിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ചെയ്തേക്കാം. എല്ലാരുമല്ല, എന്നാൽ ഇന്ന് അതാണ് ക്രൈസ്തവ ലോകത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾക്ക് അടുത്ത് ചെല്ലുവാൻ ഒരു ഇടമുണ്ട്, പറയുവാൻ ഒരു സ്ഥലമുണ്ട്, കേൾക്കുവാൻ ഒരപ്പൻ ഉയരത്തിൽ ജീവിക്കുന്നുണ്ട്. ആ തമ്പുരാൻ ഇന്ന് പകൽ ജീവജലം സെവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ, ആരോടും പറഞ്ഞിട്ടില്ലാത്തത്, പറയാത്തത്, പറയാൻ മടിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവരവർക്ക് മാത്രം അറിയാവുന്ന നിങ്ങളുടെ വ്യക്തിപരമായ, ആരോഗ്യപരമായ, കുടുംബപരമായ, കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള ഏത് വിഷയത്തിന്മേലും മറുപടി തരുവാൻ, വിടുതൽ തരുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായ ദൈവമാ. അതാണ് ഇന്നത്തെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ കൂടെ ദൈവം നമുക്ക് നൽകിയ ആലോചന. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും. അതെ, ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ കഴിവുള്ള ദൈവം, ശക്തിയുള്ള ദൈവം, നാം കടന്നു പോകുന്ന ഏതുവിധ പ്രശ്നത്തിന്റെ മേലും പരിപൂർണ വിടുതൽ നൽകുവാൻ ശക്തനായ ദൈവം ഇന്ന് ജീവജലത്തിന്റെ ഓരോ ശ്രോതാക്കളോടും കൂടെയുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ എത്ര ഭീകരമായിക്കൊള്ളട്ടെ, എത്ര ഘനമേറിയതായിക്കൊള്ളട്ടെ, എത്ര ലഘുവായിക്കൊള്ളട്ടെ, മറ്റൊരാൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ കുറച്ച് പറഞ്ഞേക്കാം, അഥവാ കളിയേക്കേക്കാം. ഇതാണോ ഒരു വിഷയം? അതെ, അവരവർക്ക് അവരവരുടെ വിഷയം വലിയത് തന്നെയാണ്. എന്നാൽ ഓർക്കുക, ചെറിയതോ വലിയതോ, എത്ര ഭീകരമോ, എത്ര വേദനയേറിയതോ, എത്ര ദൈർഘ്യമേറിയതോ, എത്ര പഴകിയതോ, നിങ്ങളാൽ ആവോളം ശ്രമിച്ചിട്ടും ഒരിക്കലും ഒരു വിടുതൽ കിട്ടാത്തതുമായ എന്തു വിഷയമായിക്കൊള്ളട്ടെ, നമുക്ക് ചെല്ലുവാൻ ഒരു ഇടമുണ്ട്, പറയുവാൻ ഒരു പിതാവുണ്ട്. ആ തമ്പുരാൻ ഇന്ന് പകൽ നിങ്ങളുടെ വിഷയത്തെ ഏറ്റെടുക്കുകയും പരിപൂർണ വിടുതലോടെ, അനുഗ്രഹത്തോടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും പ്രാർത്ഥനാ വിഷയങ്ങളെയും മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഇന്നത്തെ വാഗ്ദത്ത വചനം എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു വലിയ വിടുതലായി ഭവിക്കട്ടെ, അനുഗ്രഹമായി ഭവിക്കട്ടെ. ഇന്നത്തെ ദിനം നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങൾ, നിങ്ങളെ വിട്ട് വിദൂരങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ആൺമക്കൾ, പെൺമക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിച്ച് മാനിച്ച് തന്റെ കൃപയുടെ മറവിൽ സൂക്ഷിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം എല്ലാ നിലകളിലും അനുഗ്രഹമായി നന്മയായി ഭവിപ്പാൻ നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ലോകം ഞങ്ങളെ പല വിധങ്ങളിൽ ഭയപ്പെടുത്തുമ്പോൾ, അനുദിന ജീവിതം പലപ്പോഴും ചോദ്യചിഹ്നങ്ങളായി മാറുമ്പോൾ, ഇന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളോട് വളരെ ശക്തമായി പറഞ്ഞല്ലോ, മകനെ, മകളെ, ഭയപ്പെടേണ്ട. അതെ, ഞങ്ങളുടെ ഭയം മാറ്റുവാൻ, ഞങ്ങളുടെ വിഷമം മാറ്റുവാൻ ഉയരത്തിലൊരു ദൈവമുണ്ട് എന്ന് വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ദൈവവചനം കേൾക്കുന്ന ഓരോ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി എല്ലാ അനുഗ്രഹങ്ങളാലും നിറച്ച് കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞ് കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ വിധത്തിലുള്ള ഭയങ്ങളും ഭയചിന്തകളും ഹൃദയത്തിൽ നിന്ന് മാറട്ടെ. സ്വർഗീയ ധൈര്യം, ശക്തി, ബലം
ഓരോരുത്തരുടെ മേലും ചൊരിഞ്ഞ് ഈ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെ ദിനമായി തമ്പുരാൻ ഏവരെയും പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.